ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻ എം.എൽ.എ. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച മറുനാടൻ മലയാളി ഷാജൻ സക്കറിയ മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മറുനാടൻ വാർത്തയ്ക്ക് പിന്നിൽ അയാൾ മാത്രമല്ലെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. എൻ്റെ പിതാവിനെ വളരെ ക്രൂരമായി സോളാർ സമയത്ത് വളരെ നികൃഷ്ടമായി അദ്ദേഹത്തെ എന്നെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് ഈ മാധ്യമം വളരെ മോശമായി പ്രസ്താവനകൾ നടത്തി. അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും എന്നോട് വേണ്ട, അദ്ദേഹത്തെ സ്നേഹിച്ച കേരള സമൂഹത്തോട്, അദ്ദേഹത്തെ ഇന്നും സ്നേഹിക്കുന്ന കേരള സമൂഹത്തോട് പറഞ്ഞാൽ മതി. സനോജ് സുരേന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. സനോജ്, എന്താണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്? ബിനിഷ, ചാണ്ടി ഉമ്മൻ അതായത് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വീണ്ടും ചാണ്ടി ഉമ്മൻ വഴി തുറന്നിരിക്കുന്നത്. ഇതിൽ ചാണ്ടി ഉമ്മൻ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ട് താൻ അന്ന് വാക്സിൻ കൊടുത്തില്ല എന്നത് ഇപ്പോൾ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത്. കാരണം അന്ന് ഉമ്മൻചാണ്ടിക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി ആയിരുന്നില്ല, അതുകൊണ്ടാണ് താൻ വാക്സിൻ കൊടുക്കാതിരുന്നത്. അതിൻ്റെ പേരിൽ തനിക്ക് ഏറെ പേരുദോഷം കേൾക്കേണ്ടി വന്നു എന്ന തരത്തിൽ അദ്ദേഹം രാവിലെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വിവാദത്തിന് തുടക്കം കുറിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ അന്ന് ചികിത്സ നൽകിയില്ല എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്ത തനിക്കും തൻ്റെ കുടുംബത്തിനും വളരെ വേദന ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മാധ്യമം മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ? അദ്ദേഹം മാത്രമായിരിക്കില്ല, ഈ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഉടമസ്ഥൻ മാത്രമായിരിക്കുകയില്ല ഈ വാർത്തയ്ക്ക് പിന്നിൽ. കാരണം അടുത്തു നിന്നവരും ദൂരെ നിൽക്കുന്നവരും, ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്, അടുത്ത് നിൽക്കുന്നവരും ദൂരെ നിൽക്കുന്നവരും ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആരാണ് ഈ വാർത്തയ്ക്ക് പിന്നിലെന്ന് ആണ് ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും അന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ആരോപണത്തിന് തുടക്കം കുറിച്ചിരുന്നു. കാരണം ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്ന ഈ വാക്സിൻ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം മാത്രമായിരുന്നില്ല, അന്ന് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിനപ്പുറം ഉമ്മൻചാണ്ടിക്ക് അർബുദബാധിതനായ ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്ന വലിയ തോതിലുള്ള വിമർശനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും ഉയർന്നു. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെ ഈ ആരോപണമായി രംഗത്ത് വന്നു. കാരണം രോഗബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയെ താൻ ആശുപത്രിയിലെത്തിയിട്ടും കാണിക്കാൻ കൂട്ടാക്കിയില്ല എന്ന ആരോപണം ഉന്നയിച്ചത് ഉമ്മൻചാണ്ടിയുടെ സഹോദരനായിരുന്നു. അത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹം മരണത്തിലേക്ക് വളരെ വേഗത്തിൽ പോവുകയില്ലായിരുന്നു എന്ന ഒരു വികാരമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഉയർത്തിയത്. അന്ന് സഹോദരൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കത്തെഴുതുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കപ്പുറം ഉമ്മൻചാണ്ടിക്ക് അന്ന് മതിയായ ചികിത്സ നൽകിയില്ല എന്ന വിവാദമാണ് ഉയർന്നിരുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിലാണ്, അതായത് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ വിവാദത്തിന് വീണ്ടും വഴി തുറന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ചാണ്ടി ഉമ്മൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയപ്പെടുന്നത് അടുത്ത് നിൽക്കുന്നവരും ദൂരെ നിൽക്കുന്നവരും ഈ വിവാദത്തിന് പിന്നിൽ ഉണ്ടായിരിക്കാം. അടുത്ത് നിൽക്കുന്ന ആരാണ് ഇതിന് പിന്നിലെന്നാണ് ഇനി ചാണ്ടി ഉമ്മൻ തുറന്നു പറയേണ്ടത്. ബിനിഷ. ശരി സനോജ്, ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻ എം.എൽ.എ. സനോജ് സുരേന്ദ്രനാണ് തത്സമയം വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്നും നൽകിയത്.